ഹായ് എവരി വൺ, ഞാൻ രമേശ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ടയോട്ടയുടെ ഒരു പ്രീമിയം ക്രോസ് ഓവർ വാഹനമായ ക്രൗൺ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. 4 പാർട്ടായിട്ടുള്ള ഒരു LED ഹെഡ്ലാമ്പാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വരുന്നത് 2 ഹെഡ്ലൈറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ്. നീളത്തിലാണ് വരുന്നത്. അത് ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് രാത്രിയൊക്കെയുള്ള കാഴ്ചയിൽ വളരെ ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബമ്പറിൽ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്, ഒരു എയർ ഇൻടേക്ക് പോലെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ബമ്പറിൻ്റെ ഏറ്റവും താഴെ ഒരു എയർ ഡാം, അതിൽ ഒരു അലുമിനിയം ഫിഷിലുള്ള ഒരു ലൈനും ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിൽ ഈ ഏരിയ ക്ലോസ്ഡ് ആണ്, പക്ഷേ 3D ഡിസൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രില്ലിൻ്റെ വശത്ത്. അത് വളരെ ഈ വാഹനത്തിനൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ഇവിടെ ക്രൗൺ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് 360 വ്യൂ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ വെർട്ടിക്കലായിട്ടുള്ളൊരു ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സെൻട്രലായിട്ട് ടയോട്ട ക്രൗണിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. വളരെ വലിയൊരു ബോണറ്റാണ്. അതിന് 2 ക്യാരക്ടർ ലൈൻ വന്നിട്ടുണ്ട്. ഈ വാഹനത്തിന് ടയർ സൈസ് വന്നിട്ട് 225/45 R21 ആണ്. വളരെ ഭംഗിയുള്ളൊരു അലോയ്, ഡ്യുവൽ ടോണിൽ വന്നിട്ടുള്ള ഒരു അലോയ്. ബ്ലാക്ക് ക്രോമിയം ഫിനിഷിൽ വന്ന് 21 ഇഞ്ചുള്ള വളരെ ഭംഗിയുള്ളൊരു അലോയ്. ഈ വാഹനം ക്രോസ് ഓവർ വാഹനം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബോട്ടം ഡിസൈനിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ടയോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ ചുറ്റിലും കവർ ചെയ്ത് പോയിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. വശക്കാഴ്ചയിൽ അങ്ങനെ എടുത്തു കാണിക്കുന്ന കട്ടുകളോ ബോഡി ലൈനുകളോ ഒന്നുമില്ല. വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. നമുക്ക് ഈ വാഹനം ആദ്യ കാഴ്ചയിൽ ഒരു സെഡാനാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. പക്ഷേ ഇത് ടയോട്ടയുടെ ഒരു പ്രീമിയം ക്രോസ് ഓവർ വാഹനമാണ്. സൈഡ് വ്യൂ മിറേഴ്സിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്, ക്യാമറ വന്നിട്ടുണ്ട്. അതുപോലെ ഡോറിൽ ഒരു ക്രോമിയം ബാർ ടോട്ടലി കവർ ചെയ്ത് പോയിട്ടുണ്ട്. അത് ഈ വാഹനത്തിനൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ബോഡി കളേർഡ് ഡോർ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ പുറകുവശം വരുന്നത്. വളരെ ഭംഗിയുള്ളൊരു പുറകുവശമാണ്. നീളത്തിലുള്ളൊരു LED ടെയിൽ ലാമ്പാണ് ഈ വാഹനത്തിന് വരുന്നത്. അതും ഫ്രണ്ടിലെ പോലെ തന്നെ, ഫ്രണ്ടിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റാണ് നീളത്തിൽ പോയിട്ടുള്ളത്. ഇത് ടെയിൽ ലാമ്പ് അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഭംഗിയിലാണ്. അതിൻ്റെ മധ്യത്തിലായിട്ട് ഇവിടെ ടയോട്ടയുടെ ലോഗോ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് ക്രൗണിൻ്റെ ലോഗോ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയുണ്ട് അത് കാണാൻ. ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു ലൈനിലൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, താഴെ ക്രൗൺ എന്നുള്ളൊരു ബാഡ്ജിങ്, ഇടതുഭാഗത്ത് ഓൾ വീൽ ഡ്രൈവിൻ്റെ ബാഡ്ജിങ്. ഈ വാഹനം ഒരു ഹൈബ്രിഡ് വാഹനമാണ്. ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജിങ്, റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റ്, സെൻസേഴ്സ്. ബമ്പറിന് ഏറ്റവും താഴ്ഭാഗവും മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു അലുമിനിയം ഫിനിഷുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. ഒരു ലൈന് കടന്നു പോകുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ പിൻഭാഗം പുറകിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഒരു രീതിയിലുള്ള ഡിസൈനാണ്. അത് നമുക്കൊരു കാഴ്ചയിൽ വളരെ ഒരു ഭംഗി സമ്മാനിക്കുന്നുണ്ട് ഈ വാഹനം. ടയോട്ട ക്രൗൺ എന്ന ഈ ക്രോസ് ഓവർ വാഹനത്തിന് വരുന്നത് 2.4 ലിറ്റർ ഹൈബ്രിഡ് 4 സിലിണ്ടർ ടെർബോ എഞ്ചിനാണ്. ഈ വാഹനം നൽകുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
344 ഹോഴ്സ് പവറാണ്. അതുപോലെ നൽകുന്ന മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 3000 RPM 350 Nm ടോർക്കാണ്. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും കോമ്പിനേഷനിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. വളരെ പ്രീമിയം ഫിനിഷുള്ള വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും ഫുള്ളി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ മസാജ് ഫെസിലിറ്റി ഒക്കെ ഉള്ളത്. മസാജ് ഫെസിലിറ്റി ഡ്രൈവർ സീറ്റിന് മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിന്. വളരെ തൈ സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ടൊക്കെ ഉള്ള ലെതർ ഫിനിഷ് ആയിട്ടുള്ള ഒരു സീറ്റാണ് ഇതിന് വരുന്നത്. ഇങ്ങനെയാണ് ടയോട്ട ക്രൗണിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. വളരെ ഭംഗിയുള്ള 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. അവിടെ എല്ലാ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ മധ്യത്തിൽ ടയോട്ട ക്രൗണിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12.5 ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ AC വെൻസ് വന്നിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു ഡാഷ്ബോർഡാണ് ഈ വാഹനത്തിൻ്റെ. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും അതുപോലെ ഒരു ക്രോമിയം ഫിനിഷിൽ വരുന്ന ഒരു ലൈൻ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗി ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ AC വെൻറ്റിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ വാഹനത്തിൻ്റെ കൺട്രോൾ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ ഇതൊരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളൊരു വാഹനമാണ്. അതിൻ്റെ കൺട്രോളുകൾ, കാര്യങ്ങൾ, ഡ്രൈവിംഗ് മോഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഇവിടെ ചാർജിങ് സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് വയർലെസ് ചാർജിങ് സ്പോട്ട്, അതിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ കൺസോളിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ആണ്. ഇത് ക്ലോസ് ചെയ്താൽ നമ്മൾ ഹാമർ റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഈ ഡാഷ്ബോർഡിൻ്റെ ഈ ബീജ് കളർ ഡിസൈൻ ഡോർ പാഡിലേക്കും ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓട്ടോ ഡിമിങ് റിയർ വ്യൂ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വാഹനത്തിന് പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഡോർ പാഡും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവർ വിൻഡോയുടെ കൺട്രോള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോമിയം ഫിനിഷിലാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പുറകിലെ ഡോർ പാഡിലും ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഇതുപോലെ ഒരു ബോട്ടിൽ ഹോൾഡർ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്പീക്കർ വന്നിട്ടുണ്ട്. അതുപോലെ പവർ വിൻഡോയുടെ ബട്ടൺ വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ഇവിടെയും ഒരു ക്രോമിയൻ ഫിനിഷിലാണ്. ഇവിടെ ഒരു JBLൻ്റെ ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ പുറകിലെ സീറ്റ് വരുന്നത്. വളരെ തൈ സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ടൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ളൊരു സീറ്റാണ്. വളരെ അധികം ലെഗ് സ്പേസ് ഉള്ള ഒരു വാഹനമാണ് ടയോട്ട ക്രൗണ്. ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ പുറകിലെ ആളുകൾക്ക് ഒന്ന് പിടിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലെ സീറ്റിൻ്റെ പുറകിലാണ്. അതും ഒരു ലെതർ റാപ്പ് ചെയ്ത ഒരു ഹാൻഡിലാണ്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. തൊട്ട് താഴെ ഒരു ലെതർ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, സാധനങ്ങൾ, പേപ്പേഴ്സൊക്കെ ഹോൾഡ് ചെയ്യാൻ. ഇവിടെ ബാക്കിൽ പാസഞ്ചേഴ്സിനുള്ള AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഒരു ചാർജിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മധ്യത്തിലൊരു സെൻട്രൽ ടണലുണ്ട്. അത് അത്യാവശ്യം പൊങ്ങി നിൽക്കുന്നതാണ്. 2 പേർക്ക് മാത്രമേ സുഖമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഈ വാഹനത്തിൻ്റെ പുറകിലെ ആംറെസ്റ്റ്. നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ഇങ്ങനെ
ബാക്കിലേക്ക് ചാരി വെക്കാനും പറ്റും. 2 പേർക്ക് നന്നായിട്ട് ഇരിക്കാം. കണ്ടില്ലേ, വളരെ ഭംഗിയുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ് ഈ വാഹനത്തിന് വരുന്നത്. ഏറ്റവും പുതിയ ടൊയോട്ട ക്രൗൺ 5 നിറങ്ങളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബ്ലാക്ക് നിറത്തിലുള്ള വാഹനമാണ് ഈ കാണുന്നത്. ഇത് കൂടാതെ പേൾ വൈറ്റ്, അതുപോലെ സിൽവർ ഗ്രേ, അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ അവൈലബിൾ ആണ്. കൂടാതെ റെഡ് എന്നിങ്ങനെ 5 നിറത്തിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ 5 നിറത്തിലും ഡ്യുവൽ ടോൺ അവൈലബിൾ ആണ് ഈ വാഹനത്തിൻ്റെ. നമുക്ക് സിംഗിൾ ടോണിലും ഡ്യുവൽ ടോണിലും ഈ വാഹനം അവൈലബിൾ ആണ്. 2,29,000 റിയാലാണ് ടൊയോട്ടയുടെ ഏറ്റവും പുതിയ ക്രൗൺ എന്ന മോഡലിൻ്റെ സൗദി അറേബ്യയിലെ പ്രൈസ് വരുന്നത്. ഇത്രയൊക്കെയാണ് ടൊയോട്ട ക്രൗൺ എന്ന് പറഞ്ഞ ഈ ക്രോസ് ഓവർ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.